അപ്പോൾ ആദ്യമേ ചെയ്തു വെച്ച 2 കളറാണ്. അതിൽ ഞാൻ വേറെ 2 കളർ കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 2 പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് കവർ മാറ്റുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, പതുക്കെ അഴിച്ചെടുക്കേണ്ടതാണ്. പാരൻ്റൽ ചെടിക്കോ അതല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ആ കമ്പിനോ ഒരു കേടുപാടും കൂടാതെ പതുക്കെ ഇതുപോലെ അഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഉള്ളിൽ ചെറുതായിട്ട് നാമ്പ് വന്നിട്ടുണ്ട്, ഇത് പിടിച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കമ്പനി ഞാൻ വേറെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഏകദേശം ഒരേ ദിവസം ചെയ്തതുകൊണ്ട് 2 നമുക്ക് ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ അതും ഇതേപോലെ കൈകൊണ്ട് ചെറുതായിട്ട് അഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. അതും ഇതേപോലെ അഴിച്ച് അതിൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് പതുക്കെ ഇതേപോലെ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് മറ്റേയും കൂടി ഒഴിവാക്കാം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ത്രെഡും കൂടി അഴിച്ച് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് എത്രത്തോളം അതിലേക്ക് ബ്ലെൻഡായിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പാരൻ്റൽ ചെടിയായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത സയോൺ എത്രത്തോളം ബ്ലെൻഡായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഓക്കെ ആയിട്ടുണ്ട്, കറക്റ്റ് ഫിക്സിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ തെളിവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തതും ഞാൻ അഴിച്ച് മാറ്റിയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി തെളിവ് വന്നിട്ടുണ്ട്. അഴിച്ച് ഇതിൻ്റെ പ്ലാസ്റ്റിക് അഴിച്ച് കഴിഞ്ഞാലാണ് ഏകദേശം എത്രത്തോളം അതിൻ്റെ ബ്ലെൻഡ് ആയിട്ടുണ്ട്, എന്തെങ്കിലും അല്ലെങ്കിൽ ചീച്ചിലോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ പറ്റും. ഇതും നന്നായിട്ട് ഉണ്ട്.